ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ജവാനും മുല്ലപ്പൂ എന്ന് പറയുന്ന മലയാളം മൂവിയാണ്. പട്ടാളക്കാരനായ ഭർത്താവിനോടൊപ്പം കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായികന്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കുറച്ച് പ്രശ്നങ്ങൾ കടന്നു വരുന്നു. ആ പ്രശ്നങ്ങൾ നമ്മുടെ നായിക എങ്ങനെ സോൾവ് ചെയ്തു, എങ്ങനെ അതെല്ലാം ഒതുക്കി കുടുംബം തകരാതെ പിടിച്ചു നിന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ഫാമിലി മൂവിയാണിത്. അപ്പൊ ഇനിയും പറഞ്ഞധികം ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗില് ഗിരി എന്ന് പറയുന്ന നമ്മുടെ നായകനെ കാണിക്കുന്നു. ആള് പട്ടാളത്തിലായിരുന്നു. ഇപ്പൊ പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡ് ആയി ആള് വീട്ടിലേക്ക് എത്തുവാണ്. ഗിരിന്റെ വൈഫിന്റെ പേര് ജയശ്രീ. ഇവളാണ് നമ്മുടെ മൂവിയിലെ നായിക. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ് അവള്. അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം നായിക പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലേക്ക് ഒരു പോലീസുകാരൻ എത്തുവാണ്. പ്രിൻസിപ്പാൾ വിളിച്ചിട്ടായിരുന്നു അയാൾ അവിടേക്ക് വന്നത്. അങ്ങനെ പോലീസുകാരൻ എത്തിയതും അവിടേക്ക് പ്രിൻസിപ്പാള് ഒരു ചെറിയ കുട്ടീനെ വിളിക്കുന്നു, അതായത് ഒരു സ്റ്റുഡന്റിനെ വിളിക്കുന്നു. കൂടെ ഈ സമയം നായികയും വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ആ സ്റ്റുഡന്റിനെ കൊണ്ട് നായിക വന്നതും എസ് ഐ ആണെങ്കിൽ ആ കുട്ടീനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. സംഭവം എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അഡൾട്ട് വീഡിയോ ഈ കുട്ടിയാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തു. അത് മോനെ എവിടുന്ന് കിട്ടി, എന്തിനാ മോനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയെന്നൊക്കെയാണ് ഇപ്പൊ പോലീസുകാരൻ ആ കുട്ടീനോട് ചോദിക്കുന്നത്. ഈ സമയം പേടിച്ച ആ കുട്ടി പറയുവാണ്, സാർ ഒരു അബദ്ധം പറ്റിയതാ, ആ വീഡിയോ എനിക്ക് കിട്ടിയത് എന്റെ അച്ഛന്റെ ഫോണിൽ നിന്നാണെന്ന്. ഇത് കേട്ട് കഴിയുന്ന സമയത്തെ എസ് ഐ ടീച്ചറായ നായികനോട് പറയുകയാണ്, ടീച്ചറെ കേട്ടില്ലേ, ഇതുപോലുള്ള കാര്യങ്ങള് കുട്ടികളുടെ മേലിൽ തെറ്റൊന്നുമില്ല, കുട്ടികളെ ഈ ഒരു രീതിക്ക് മാറ്റിയെടുക്കുന്നത് പാരന്റ്സ് തന്നെയാണെന്ന്. ശരി, സ്റ്റുഡന്റിന്റെ അച്ഛനെ വിളിച്ചിട്ട് ഞാനൊന്ന് സംസാരിക്കാം. അതുപോലെ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ പാരന്റ്സിന് ഒരു അവയർനെസ് ക്ലാസ് കൂടി കൊടുക്കാൻ എസ് ഐ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുവാണ് അയാൾ. അടുത്ത സീനിലെ ജയ ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പാളിനോട് പറയുന്നു. അങ്ങനെ അവര് ഒരു അവയർനെസ് ക്ലാസ് സംഘടിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് സ്കൂളെല്ലാം കഴിഞ്ഞ് ജയ മകളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നതാണ്. നായകന്റെ ഭർത്താവില്ലേ, അതായത് നായകൻ റിട്ടയർഡ് ആയി വീട്ടിലേക്ക് എത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. പ്രസന്റ്ലി ഇപ്പൊ അയാള് അവിടെ അടുത്തുള്ള ഒരു ബാങ്കിലെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്കൂളെല്ലാം കഴിഞ്ഞ് നായികയും കുട്ടിയും കൂടി വീട്ടിലേക്ക് എത്തുന്ന സമയം നായകന്റെ കുട്ടീനെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി മ്യൂസിക് അധ്യാപകൻ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അയാളെ കുട്ടിക്ക് ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ജോലിയെല്ലാം കഴിഞ്ഞ് ഗിരിയും വീട്ടിലേക്ക് എത്തുന്നത്. ഗിരി വന്നതും ഇനി ക്ലാസ് നാളെ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് മ്യൂസിക് അധ്യാപകൻ അവിടെ നിന്ന് പോവാണ്. കാരണം ഗിരിയുടെ സ്വഭാവം അത്ര നല്ലതല്ലായിരുന്നു. ഗിരിന്റെ വീട്ടിലേക്ക് ഏതാണ് വന്നാലും ഗിരി ഒരു സംശയത്തിന്റെ കണ്ണിലൂടെ മാത്രമേ അവരെ കാണുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഈ മ്യൂസിക് അധ്യാപകൻ ഇയാൾ വന്നത് നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടായത്. ഗിരിക്ക് ഇങ്ങനെ ഒരു സംശയത്തിന്റെ കണ്ണിലുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബജീവിതം അത്ര സ്മൂത്ത് ആയിട്ടല്ല പോകുന്നത്. മനസ്സിൽ ഇതുപോലത്തെ കുറെ ചിന്തകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഗിരി ആണെങ്കിൽ നന്നായിട്ട് മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഗിരിക്ക് ഒരു പ്രശ്നമുണ്ട്, മുല്ലപ്പൂവിന്റെ വാസന അത് അയാൾക്ക് സഹിക്കാൻ കഴിയില്ല. മുല്ലപ്പൂവിന്റെ വാസന എപ്പോ വന്നാലും അയാൾ തുമ്മാൻ തുടങ്ങും, അയാൾക്ക് അലർജിയാണ്. എന്നാൽ നമ്മുടെ നായികയ്ക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് അത് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. അതാ എപ്പോഴും സ്കൂൾ വിട്ട് വന്ന സമയത്ത് നായിക കുറച്ച് മുല്ലപ്പൂ വാങ്ങിക്കൊണ്ട് അടുക്കളയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മണം അടിക്കാൻ തുടങ്ങിയതും അയാളാണെങ്കിൽ തുമ്മാൻ തുടങ്ങുന്നു. അങ്ങനെ അയാൾ തുമ്മുന്ന കേട്ടിട്ട് നായിക പെട്ടെന്ന് തന്നെ അത് അവിടെ നിർത്തി മാറ്റുന്നുണ്ട്. എന്നോട് ഞാൻ പല പ്രാവശ്യം ഇത് വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അയാൾ ഈ സമയത്ത് നായകനെ വഴക്ക് പറയുന്നു. ഇവരുടെ കല്യാണത്തിന്റെ സമയത്ത് താലി കെട്ടാൻ തുടങ്ങിയതും മുല്ലപ്പൂവിന്റെ വാസന അടിച്ചിട്ട് ഗിരിയാണെങ്കിൽ ഒരുപാട് തുമ്മുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സീനെല്ലാം ഈ സമയത്ത് കാണിക്കുന്നു. അങ്ങനെ രാത്രിയാവുന്ന സമയത്ത് ഗിരിയാണെങ്കിൽ നാട്ടിലുള്ള അയാളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയിട്ട് അവരോടൊപ്പം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അവരോടൊപ്പം മദ്യപിക്കുന്നൊക്കെയുണ്ട്. അടുത്ത ദിവസം ഗിരിയാണെങ്കിൽ അവന്റെ ഒരു കൂട്ടുകാരനോട് എടാ ഈ വാട്സപ്പ് എങ്ങനെ ഹാക്ക് ചെയ്യാന്ന് ചോദിക്കുന്നു. എടാ അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നും പറഞ്ഞ് ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പൊ അതിനെ പറ്റിയൊക്കെ നായകൻ പറഞ്ഞു കൊടുക്കുവാണ്. ശരിക്കും നായകൻ ആരുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതെന്ന് അറിയാവോ? മറ്റാരുടെ അല്ല, അവന്റെ വൈഫായ നമ്മുടെ നായകന്റെ തന്നെയാണ്. അയാൾക്ക് സംശയരോഗമാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. സോ നായിക മറ്റാരെങ്കിലും ആയിട്ട് കണക്റ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് നായകന്റെ വാട്സപ്പ് ഹാക്ക് ചെയ്യണമെന്ന് അയാൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് ജയ സ്കൂളിലേക്ക് എത്തുന്നതായിട്ട് കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം പാരന്റ്സിനെ വിളിച്ചിട്ട് ഒരു അവയർനെസ് ക്ലാസ് അവർ സംഘടിപ്പിച്ചായിരുന്നല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ സുരക്ഷയുടെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി സാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ പ്രിൻസിപ്പാൾ ഇപ്പം സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ക്ലാസ് ടീച്ചേഴ്സിനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഇപ്പൊ സ്റ്റാഫ്സിനോടെല്ലാം അത് പറഞ്ഞിട്ട് അവർ ആ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ സാജൻ അവിടുത്തെ സ്റ്റാഫ്സിനെല്ലാം വേണ്ടി ആ ക്ലാസ് എടുത്തു കൊടുക്കുവാണ്. ഈ സാജൻ സൈബർ ക്രൈം എല്ലാം സോൾവ് ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇപ്പൊ ആ ക്ലാസ് എല്ലാം അവിടെ നടക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ആ സീനോടെ കട്ടാക്കുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗിരി വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആ ബാങ്കാണ്. ഈ സമയം അവിടേക്ക് ആ എസ് ഐ വരുന്നു. അന്ന് സ്കൂളിൽ ചെന്ന സമയത്ത് നായകനെ അയാൾ പരിചയപ്പെട്ടായിരുന്നല്ലോ. അപ്പൊ നായകനോട് അയാളെ ഫാമിലിനെ പറ്റി എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. നായികയാണെങ്കിൽ ഭർത്താവ് ഇന്ന പോലെ ബാങ്കില് സെക്യൂരിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ആളൊരു പട്ടാളക്കാരനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ബാങ്കിലേക്ക് എന്തൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടെത്തിയ ഈ എസ് ഐ ആണെങ്കിൽ നായകനോട് കണ്ടിട്ട് എടോ താൻ ഗിരിയല്ലേ, ജെ ടീച്ചറിന്റെ ഭർത്താവ്, ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുവാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഗിരിക്ക് ഇയാൾക്ക് നായികയായിട്ട് എന്തെങ്കിലും ഇല്ലീഗൽ റിലേഷൻ ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഇയാളുടെ നായകനൊരു ഡൗട്ട് ഉണ്ടാവുകയാണ്. അങ്ങനെ ആ സീനോട് കട്ടായി അന്ന് രാത്രി കാണിക്കുന്നു. ഇപ്പൊ നമ്മുടെ നായികയാണെങ്കിൽ രാത്രി ജോലികളെല്ലാം കഴിഞ്ഞ് കാലിൽ നൈൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കണ്ടുകൊണ്ട് വരുന്ന ഗിരിക്കാണെങ്കിൽ ഒരു റൊമാൻറ്റിക് ഫീൽ വരുന്നു. അങ്ങനെ ഇപ്പൊ അയാള് അവളുടെ അടുത്തേക്ക് വരുന്ന സമയത്താണ് അവളുടെ തലയിൽ മുല്ലപ്പൂ ഇരിക്കുന്ന അയാൾ കാണുന്നത്. അപ്പൊ തന്നെ അയാളുടെ മൂഡ് പോയി. അയാൾ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോകുന്നു. താൻ മുല്ലപ്പൂ വെച്ചിരിക്കുന്ന കണ്ടിട്ടാണ് ഭർത്താവ് ദേഷ്യപ്പെട്ട് പോയെന്ന് മനസ്സിലാക്കുന്ന ജയാണെങ്കിൽ ആ മുല്ലപ്പൂ എടുത്ത് കളഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് നേരെ മുറിയിലേക്ക് എത്തുന്നു. എന്നാൽ അപ്പോഴേക്കും ഗിരിയാണെങ്കിൽ നല്ല കൂർക്കം വലിച്ചുറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ നായിക തൊട്ടപ്പുറത്തുള്ള മകളുടെ മുറിയിൽ പോയി അവളുടെ കൂടെ കിടക്കുന്നു. അടുത്ത ദിവസം നമ്മുടെ നായകൻ ഡ്യൂട്ടിക്കായിട്ട് പോകുന്ന സമയത്ത് തൊട്ട അയൽവക്കത്തെ സ്ത്രീനെ കാണുവാണ്. അവർ ഈ സമയം ഒരു കാര്യമില്ലാതെ നായകന്റെ കുറെ കുറ്റങ്ങൾ അവനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇതും കൂടി കേൾക്കുന്ന സമയത്ത് അയാളുടെ ഡൗട്ട് എല്ലാം വീണ്ടും കൂടുന്നു. അങ്ങനെ അന്ന് മുതൽ നായകന്റെ ഓരോരോ പെരുമാറ്റങ്ങളും അയാൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നായിക വീട്ടിലെന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിൻസിപ്പാളും നായകന്റെ
ഫോണിലേക്ക് കോൾ ചെയ്യുന്നത്. അടുത്ത ക്രിസ്മസിന് സ്കൂളിൽ കുട്ടികളെ കാണിക്കാനായിട്ട് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കണം. നായികയ്ക്കാണ് അതിന്റെ ഉത്തരവാദിത്തം അവർ കൊടുക്കുന്നത്. ഇത് കേൾക്കുന്ന നായിക ശരി മാഡം ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് റെഡിയാക്കിക്കോളാന്ന് പറയുവാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് നായികന്റെ ഫോണ് ഗിരി ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ഫോൺ ലോക്ക് ആയതുകൊണ്ട് തന്നെ ഒന്നും കണ്ടുപിടിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സന്തോഷ വാർത്ത ഉണ്ടാവുന്നു. നായകന്റെ മകളെ ഡ്രാമ ഫെസ്റ്റിവലിൽ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ ആ പ്രോഗ്രാമിന് വേണ്ടി മകളെ ടൗണിലുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഇപ്പൊ ഗിരിയാണ് മകളെയും കൊണ്ട് പോകുന്നത്. ഈ സമയം നായിക വീട്ടിലൊറ്റയ്ക്കായിരുന്നു. നായികനെ സംശയമുള്ളതുകൊണ്ട് തന്നെ താൻ വീട്ടിലില്ലാത്ത സമയത്ത് നായികാരെങ്കിലും വീട്ടിൽ വിളിച്ച് കയറ്റുമെന്നുള്ള ഒരു പേടിയെല്ലാം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ മകളെയും കൊണ്ട് ടൗണിലേക്ക് എത്തി നമ്മുടെ നായകന് അന്ന് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുന്നു. അടുത്ത ദിവസമായിരുന്നു പ്രോഗ്രാം. അങ്ങനെ നായകൻ ഇരിക്കുന്ന സമയത്താണ് SI നായകനെ കോൾ ചെയ്യുന്നത്. ജെ ടീച്ചർ നല്ല വല്ല ജോലി ഉണ്ടെങ്കിൽ തനിക്ക് റെഡിയാക്കി കൊടുക്ക്, റെഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. ഒരു നല്ല ജോലി വന്നിട്ടുണ്ട്, ഞാൻ തന്നെ റെഫർ ചെയ്യാം, നാളെ താൻ അവിടെ പോയി ഒന്ന് സംസാരിക്കുക, തനിക്ക് തീർച്ചയായിട്ടും ആ ജോലി കിട്ടുമെന്നൊക്കെ ഈ സമയം SI പറയുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് ഗിരിക്ക് അവരോടുള്ള ഡൗട്ട് കൂടുന്നു. എന്റെ ജോലിന്റെ കാര്യം വരെ ഇവനോട് അവള് പറയണമെങ്കിൽ അവർ തമ്മിൽ നല്ല ബന്ധമായിരിക്കുമല്ലോ എന്നൊക്കെ അയാൾ ആലോചിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഇതുകൊണ്ട് ഭയങ്കര ദേഷ്യം വന്ന അയാളാണെങ്കിൽ ഈ സമയം എന്റെ ജോലിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്യുന്നു. എന്നിട്ട് അയാൾ നായികനെ വിളിക്കുന്നു. ഈ സമയം നായികയാണെങ്കിൽ സ്കൂളിലെ ഡോക്യുമെന്ററിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രിൻസിപ്പാളിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ 2-3 പ്രാവശ്യം വിളിച്ചപ്പോഴും നായിക ബിസിയാണ്. അതുകൊണ്ടാണ് ദേഷ്യം വന്ന് അയാളെ വീണ്ടും വിളിക്കുന്നു. അയാൾ അങ്ങനെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായിക ആ കോള് കട്ട് ചെയ്ത് അയാളുടെ ഫോൺ എടുക്കുന്നു. ഈ സമയം അയാൾ ചോദിക്കുവാണ്, നീ ഫുൾ ടൈം ബിസി ആണല്ലോടി, ആരോടാടി നീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. സ്കൂളിൽ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പ്രിൻസിപ്പാൾ വിളിച്ചതാണെന്ന് നായിക പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നും പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്യുന്നു. തന്റെ ഭർത്താവ് തന്നെ സംശയിക്കുന്നുണ്ടും താൻ പറയുന്നൊന്നും മനസ്സിലാക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ടും നായികയ്ക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു. ശേഷം നമ്മുടെ നായികയാണെങ്കിൽ സിസ്റ്റം ഓപ്പൺ ചെയ്ത് ആ ഡോക്യുമെന്ററി തയ്യാറാക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഫോൺ സൈറ്റിന്റെ ഒരു ആഡ് വരുന്നു. ഇന്റർനെറ്റിൽ ആ കാര്യം കണ്ടതും നായികയാണെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആയി പോവുകയാണ്. ശേഷം നമ്മുടെ നായികയാണെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെ ഇപ്പൊ നായിക ആകെ ടെൻഷൻ ആവുന്നു. ഉടനെ അവള് മകളെ കോൾ ചെയ്തിട്ട് മോളെ ഇന്റർനെറ്റിൽ ഒരു സൈറ്റ് ഓപ്പൺ ആയി, അത് അമ്മയ്ക്ക് എങ്ങനെ ക്ലോസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നു. മകൾ എങ്ങനെയാ ക്ലോസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടറിനെ പറ്റി അത്ര വശമില്ലാത്ത നമ്മുടെ നായികയാണെങ്കിൽ അത് മനസ്സിലാവുന്നില്ല. ഈ സമയം മകൾ പറയാണ്, ഒരു കാര്യം ജമ്മ വീഡിയോ കോൾ ചെയ്യേ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. എന്ന് ഈ സൈറ്റ് വീഡിയോ കോൾ ചെയ്ത് മകളെ കാട്ടി കൊടുക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് ഞാൻ നോക്കിക്കോളാം മകളെ, കുഴപ്പമില്ലാന്നും പറഞ്ഞ് നായിക കോൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് നായിക അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുവാണ്. ഈ സമയം മറ്റൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നു. ഇതുപോലത്തെ സൈറ്റുകളിൽ കയറിയുകൊണ്ട് സൈബർ പോലീസ് നിങ്ങളുടെ കമ്പ്യൂട്ടർ ലോക്ക് ചെയ്തിരിക്കുകയാണ്, ഇനി കമ്പ്യൂട്ടർ അൺലോക്ക് ചെയ്യണമെങ്കിൽ 29,000 രൂപ എത്രയും വേഗം ഫൈൻ കെട്ടണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വേറൊരു വിൻഡോ ഓപ്പൺ ആയി വന്നത്. ഇത് കാണുന്ന നായിക വീണ്ടും മേടിക്കുന്നു. ഇനി ഇതിൽ എന്ത് ചെയ്യണമെന്ന് നായികയ്ക്ക് അറിയത്തില്ല. ഈ സമയത്താണ് അന്ന് ക്ലാസ്സിൽ വന്ന് സൈബർ സുരക്ഷയെ പറ്റി ക്ലാസ് എടുത്തു കൊടുത്ത സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആയ സാജനെ പറ്റി നായിക ഓർക്കുന്നത്. അയാളെ വിളിച്ച് ഒരു ഹെൽപ്പ് ചോദിക്കാമെന്ന് വിചാരിച്ച് നായികയാണെങ്കിൽ അയാളുടെ നമ്പർ എല്ലാം ഒപ്പിക്കുന്നു. എന്ന സമയം 1:30 ആയിട്ടുണ്ടായിരുന്നു. ആ രാത്രി സമയത്ത് അയാളെ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നായിക അപ്പൊ കമ്പ്യൂട്ടർ ഓഫാക്കി വെച്ച് കിടക്കുന്നു. അടുത്ത ദിവസം രാവിലെ ആവുന്ന സമയത്ത് നായിക ചെയ്ത ക്രൈം കൊണ്ട് പോലീസ് വീട്ടിലേക്ക് എത്തി അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അവിടുന്ന് സംഭവം അറിഞ്ഞിട്ട് അയൽവക്കക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. ഈ സമയമാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് ടൗണിലെ കോമ്പറ്റീഷന് പോയിരുന്ന ഭർത്താവും മകളും വരുന്നത്. അങ്ങനെ അവരും ഇതെല്ലാം കണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഈ സമയത്ത് നായിക പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുന്നു. അത് സിസ്റ്റം ഓഫാക്കി അവൾ അവിടെ കിടന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മയങ്ങിയപ്പം അവൾ കണ്ടൊരു സ്വപ്നമായിരുന്നത്. പിന്നെ എന്തായാലും നായികയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് അവൾ സമയം തള്ളി നീക്കുന്നു. രാവിലെ 6:30 കഴിയുന്ന സമയത്ത് അവൾ ഒപ്പിച്ച സാജന്റെ നമ്പറിലേക്ക് അവൾ വിളിക്കുവാണ്. എന്നിട്ട് ഇന്നപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സാജൻ ഫ്രീ ആണെങ്കിൽ ഒന്ന് ഇവിടെ വരെ വന്ന് ഇതൊന്ന് റെഡിയാക്കി തരണമെന്ന് പറയുവാണ്. അങ്ങനെ നായിക പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട സാജൻ, മേഡം ഞാനിപ്പോ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറയുന്നു. ഈ സമയം നായിക പറയുന്നുണ്ട്, ഇപ്പൊ തന്റെ കുട്ടീനെയും കൊണ്ട് ഭർത്താവ് അവളൊരു കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു പോയിരിക്കുകയാണ്. ഭർത്താവിനോടൊന്നും ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, സോ അദ്ദേഹം വരുന്നതിന് മുമ്പ് വന്ന് ഇത് റെഡിയാക്കി തരണമെന്ന്. ശരി മാഡം, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്നേക്കാന്നും പറഞ്ഞ് സാജൻ കോളും കട്ട് ചെയ്യുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് നായികന്റെ മകള് നായികനെ വീഡിയോ കോൾ ചെയ്യുന്നു. അവള് പോയ കോമ്പറ്റീഷന്റെ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞ് അവൾ സെക്കൻഡ് ലെവലിലേക്ക് പാസ്സായി. അതുകൊണ്ട് തന്നെ ഇനി സെക്കൻഡ് ലെവലും കൂടി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ എന്ന് അവള് പറയുവാണ്. ഇത് കേൾക്കുന്ന സമയത്താണ് നായികയ്ക്ക് ഒരു സമാധാനമാവുന്നത്. സോ അവര് വരാൻ 2 ദിവസം കൂടി കഴിയില്ലേ, അപ്പത്തേക്ക് ഈ സീനൊക്കെ ഒതുക്കാം. അങ്ങനെ ഈവനിങ് ആവുന്നു. ഈ സമയത്താണ് മറ്റൊരു ടെസ്റ്റ് നടക്കുന്നത്. നാട്ടിലുള്ള ഗിരിന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എന്തോ വെള്ളവടി പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഗിരിനെ വിളിക്കുന്ന സമയത്താണ് ഗിരി മകളെയും കൊണ്ട് ഇങ്ങനെ ടൗണിലേക്ക് പോകുന്നിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നത്. 2 ദിവസം കഴിയും എത്താന്ന് പറയുന്ന സമയത്ത് സെറ്റാക്കി വെച്ച പാർട്ടി മാറ്റാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഗിരിനോട് ഫ്രണ്ട്സ് പറയാണ്, ഒരു കാര്യം ചെയ്യ്, രാത്രി നീ ഇവിടെ വന്നിട്ട് രാവിലെ തിരിച്ചു പോകാൻ നോക്ക്, നിന്റെ കുട്ടീന്റെ കൂടെ അവിടെ ടീച്ചർമാരും കൂട്ടുകാരൊക്കെ ഇല്ലേ എന്ന്. ഇത് കേൾക്കുന്ന ഗിരി അങ്ങനെയാണെങ്കിൽ രാത്രി സമയത്ത് അവിടേക്ക് പോയിട്ട് രാവിലെ തിരിച്ചില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്ന് വണ്ടി കയറുവാണ് നാട്ടിലേക്ക്. ഇതേ സമയം വീട്ടിലുള്ള നമ്മുടെ നായികനെ കാണിക്കുന്നു. സമയം 6-7 മണിയായി. സാജൻ ഇതിൽ വന്നിട്ടില്ല. നായിക ഇങ്ങനെ ഒരു സമാധാനം കിട്ടാതെ അയാൾ വരുന്നത് നോക്കി അങ്ങനെ നിൽക്കുവാണ്. പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചേരം കഴിയുമ്പോഴേക്കും മഴ നനഞ്ഞ് സാജൻ വീട്ടിലേക്ക് വരുന്നു. മുഴുവൻ നനഞ്ഞുകൊണ്ട് ഈ ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് മുറിയിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഫോണും ചാർജിനിട്ട് റൂമിലുണ്ടായിരുന്ന ഗിരിന്റെ കുപ്പി കാണുമ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്ത് അടിച്ച് അവൻ നേരെ ജയന്റെ അടുത്തേക്ക് വന്ന് കാര്യം ചോദിക്കുന്നു. അപ്പൊ ജയ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയുവാണ്. ഇതിപ്പോ ഞാൻ റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് അവ സിസ്റ്റം ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ അതെല്ലാം ചെയ്തു
ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ജയനോട് പറയാണ്, നിങ്ങളുടെ ഡ്രസ്സ് നനഞ്ഞിരിക്കുവാണല്ലോ, നിങ്ങൾ റൂമിൽ പോയി ചേഞ്ച് ചെയ്തിട്ട് വന്ന്. ഇത് കേൾക്കുന്ന ജയ മുറിയിലേക്ക് പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുവാണ്. എന്നാൽ മുറിയിൽ ചാർജിലിട്ടിരിക്കുന്ന ഫോണിൽ അവൻ വീഡിയോ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നായികനെ നിർബന്ധിച്ച് അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാൻ പറഞ്ഞ് ആ മുറിയിലേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ ഇപ്പൊ ആ വീഡിയോ എല്ലാം അവന്റെ ഫോണിൽ റെക്കോർഡ് ആവുന്നു. അങ്ങനെ ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ നായിക അവന്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ എല്ലാം റെഡി ആയോ ചോദിക്കുന്നു. അത് പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ടെൻഷൻ ആവണ്ട, ഇത് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതേ സമയം തന്നെ ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ നായകനോട് അവൻ കുറെ സംസാരിക്കുന്നൊക്കെയുണ്ട്. അവന്റെ സ്വഭാവം ഓൾറെഡി നമുക്ക് മനസ്സിലായല്ലോ. നായകനെ സ്വന്തമാക്കിയാൽ കൊള്ളാന്നുള്ള രീതിയിൽ അവൻ ഈ സമയം അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു. ഒരു ടീച്ചറിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ടീച്ചർമാരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒലിപ്പിച്ച് അവൻ കുറെ സംസാരിക്കുന്നു. എന്നാൽ നമ്മുടെ നായികയ്ക്ക് അവന്റെ സംസാരം ഒന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നായികയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൾക്ക് പ്രതികരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവൾ അങ്ങനെ നിൽക്കുന്നു. ഈ സമയം അവൻ അവളോട്, അല്ല ടീച്ചർ ഇതുപോലുള്ള സൈറ്റുകളിലൊക്കെ സ്ഥിരമായിട്ട് കയറാറുണ്ടോ? അല്ല ഞാൻ ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള സൈറ്റുകളെല്ലാം യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ മാത്രമേ ഇങ്ങനത്തെ ആടുകളൊക്കെ ഓപ്പൺ ആവാൻ ചാൻസ് ഉള്ളൂ. അല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ടീച്ചറിന്റെ ഭർത്താവ് ഇത്ര നാളും പട്ടാളത്തിലല്ലായിരുന്നോ? സോ ഭർത്താവില്ലാത്ത സമയങ്ങളിൽ ടീച്ചർ ഒരു പക്ഷേ ടീച്ചറിന്റെ ഫിസിക്കൽ നീഡ്സ് തീർക്കാൻ വേണ്ടി ഇങ്ങനത്തെ സൈറ്റുകളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാവും. അതൊന്നൊരു തെറ്റല്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിക്കൊക്കെ നായികനെ മോശപ്പെടുത്തി അവൻ സംസാരിക്കുവാണ്. ഇതും കൂടി കേൾക്കുന്ന സമയത്ത് നായികയ്ക്ക് ദേഷ്യം വരുന്നു. താൻ എവിടേക്കാടോ ഈ പറഞ്ഞു പോകുന്നത്? ഞാനൊരു ടീച്ചറാണ്, അത് താൻ മറക്കണ്ട. അയ്യോ ടീച്ചർ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണെന്നും പറഞ്ഞ് അവൻ നായികനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ നായികനോട് ക്ലോസ് ആവുന്ന രീതിയിൽ അവൻ നായികന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് നായികയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. അങ്ങനെ നായിക അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് അവനാണെങ്കിൽ അവളെ തടയുന്ന രീതിയിൽ വാതിലിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് അവൻ വാതിൽ ക്ലോസ് ചെയ്യുവാണ്. താൻ എന്താണ് ഈ കാണിക്കുന്നത്? വാതിൽ തുറക്കണമെന്നും പറഞ്ഞ് നായിക ദേഷ്യപ്പെടുന്ന സമയം ടീച്ചർ ഒച്ച വെക്കല്ലേ, ഒച്ച വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ കൂടും. നാട്ടുകാർ കൂടിയാ ഈ രാത്രി സമയത്ത് ടീച്ചറാണ് എന്നെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയെന്ന് ഞാൻ എല്ലാവരോടും പറയും, ടീച്ചറെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ നായികനെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് കേട്ട നായികയാണെങ്കിൽ ആകെ പെട്ട് ഒന്നും മിണ്ടാൻ കഴിയാതെ അവിടെ നിൽക്കുവാണ്. ഈ സമയം അവൻ അവസരം മുതലാക്കുന്ന രീതിയിൽ ഈ സാരിയിൽ ടീച്ചറെ കാണാൻ നല്ല രസമുണ്ട്, ഞാനൊരു പാട്ടിട്ട് തരാം, ടീച്ചർ ഒന്ന് ഡാൻസ് ചെയ്യാൻ പറഞ്ഞ് അവനൊരു പാട്ടെല്ലാം വെച്ചു കൊടുക്കുന്നു. ഈ സമയമാണ് ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടി കൂടാൻ വേണ്ടി വന്ന ഗിരിയാണെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. രാത്രി വീട്ടിൽ കിടന്നിറങ്ങി രാവിലെ എഴുന്നേറ്റ് പോവാന്നാണ് അവൻ വിചാരിച്ചത്. ആ രീതിക്കാണ് വീട്ടിലേക്ക് എത്തിയത്. വീട്ടിൽ ഒറ്റയ്ക്കുള്ള നായിക എന്ത് ചെയ്യുവാണെന്ന് ഒതുക്കത്തിൽ പോയി നോക്കാമെന്ന് വിചാരിച്ച് വീടിന്റെ പുറകു വഴിയാണ് അയാൾ അവിടേക്ക് ചെല്ലുന്നത്. ഈ സമയം വീടിനകത്ത് നിന്ന് പാട്ടെല്ലാം കേൾക്കുന്നുണ്ട് അയാൾ. അങ്ങനെ അയാൾ നൈസായിട്ട് ചെന്ന് അവിടുത്തെ ജനല് തുറന്നു നോക്കുന്നു. അപ്പൊ ഗിരി കാണുന്ന കാഴ്ച എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പാട്ടെല്ലാം വെച്ച് നായകനെ ഡാൻസ് കളിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സാജനെയാണ്. അങ്ങനെ അത് കണ്ട് അയാൾ ഷോക്കായിട്ട് നിൽക്കുന്ന ആ സമയം തന്നെ അകത്തുള്ള നമ്മുടെ നായികയാണെങ്കിൽ സാജനോട് പ്രതികരിക്കാൻ തുടങ്ങുന്നു. നീ എന്താ വിചാരിച്ചേ? നീ വന്ന് ഇങ്ങനെയൊക്കെ പെരുമാറിയാ നിന്റെ വലയിൽ ഞാൻ വീഴുവെന്നോ? മാനവമര്യാദയ്ക്ക് കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. ഭർത്താവും കുട്ടി അടങ്ങിയ ഒരു കൊച്ചു കുടുംബമാണ് എന്റേത്. അവരാണ് എന്റെ ലോകം. അതിനേക്കാൾ ഉപരി ഞാനൊരു ടീച്ചറാണ്, ഒരു സ്കൂൾ ടീച്ചർ. അങ്ങനെയുള്ള ഞാൻ നീ പറയുന്നത് കേട്ട് നീ പറയുന്നത് പ്രവർത്തിക്കുന്നു വിചാരിച്ചോ? സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ നീ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നെ വീട്ടിലേക്ക് വിളിച്ചത്. എന്നാൽ ആ അവസരം നീ ഇങ്ങനെ മുതലാക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ ഈ നിമിഷം നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണം. ഇങ്ങനെയും പറഞ്ഞ് നായിക്ക് കടുപ്പിച്ചവനോട് സംസാരിക്കുന്ന സമയം വെളിയിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്ന ഗിരിക്ക് തന്റെ ഭാര്യ ഒരു സത്യസന്ധയാണ്, ഇത്രയും നാളും അവളെ സംശയിച്ചതില് ഒരുപാട് കുറ്റബോധമെല്ലാം അവന് തോന്നാൻ തുടങ്ങുന്നു. അങ്ങനെ ഇപ്പൊ ഗിരി നേരെ വന്ന് വീടിന് മുൻപ് അതിൽ തട്ടുന്നു. അങ്ങനെ നായിക വാതിൽ ഓർക്കാൻ വേണ്ടി പോകുന്ന സമയം സാജനാണെങ്കിൽ അവിടെ അടുത്തുള്ള മുറിയിൽ ഒളിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ നായിക വാതിൽ തുറന്നതും അകത്തേക്ക് എത്തിയ നായകനാണെങ്കിൽ നേരെ അവന്റെ ഗണ്ണെടുത്ത് വീട് മുഴുവൻ അന്വേഷിക്കുവാണ്. അങ്ങനെ ഒളിച്ചിരിക്കുന്ന സാജനെ കണ്ടെത്തി അവനെ ഗണ്ണ് കാട്ടി വരട്ടുന്നു. നീ ആരാണെന്നൊക്കെ ചോദിക്കുന്നു. എന്റെ പേര് സാജൻ, കമ്പ്യൂട്ടർ റെഡിയാക്കാൻ വേണ്ടി ജയമേഡം എന്നെ വീട്ടിലേക്ക് വിളിച്ചതാണെന്ന് ഈ സമയം അവൻ പറയുന്നു. ഇത് കേൾക്കുന്ന ഗിരി എന്നിട്ട് നീ അത് ചെയ്തോന്ന് ചോദിക്കുവാണ്. അപ്പോൾ മിണ്ടാ നിൽക്കുന്ന സമയം ജയ നീ അകത്ത് പോയിട്ട് എനിക്ക് നല്ല ചൂടുള്ള ഒരു ചായ ഉണ്ടായിക്കൊണ്ട് വന്നേ. ആ സമയം കൊണ്ട് ഇവനുമായിട്ടിരുന്ന് ഞാൻ ഈ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോളാന്ന് ഗിരി അങ്ങനെ പറയുന്നു. ഇത് കേട്ട് ജയാണെങ്കിൽ ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുന്ന സമയം ശരിയാക്കടാന്ന് ഗിരി പറയുന്നു. അങ്ങനെ സാജൻ പേടിച്ച് അവിടെ ഇരുന്ന് ശരിയാക്കാൻ തുടങ്ങുവാണ്. ഈ സമയം നായകൻ സാജനോട് ചോദിക്കുന്നു, അല്ല കമ്പ്യൂട്ടർ ശരിയാക്കാൻ വന്ന നീ എന്തിനാണ് പാട്ടും വെച്ച് കൊടുത്ത് എന്റെ ഭാര്യനെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചത്? ഇത് കേട്ട് സാജൻ ഞെട്ടുന്ന സമയം എല്ലാം ഞാൻ പുറത്തു നിന്ന് കേട്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ സാജനാണെങ്കിൽ സോറി സാർ, ഒരു അബദ്ധം പറ്റിയതാണ്, ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറയുവാണ്. എന്നിട്ട് കമ്പ്യൂട്ടറൊക്കെ ഓക്കെ ആയി, ഇനി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ചായ ഉണ്ടാക്കി ജയ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുകയായിട്ടും ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് നാണമില്ലെന്ന് ഈ സമയം ഗിരി അവനോട് ചോദിക്കുന്നു. അതുപോലെ ജയനെ നോക്കി നമ്മളിത് പോലീസിൽ അറിയിക്കുമല്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും സാജനാണെങ്കിൽ നിങ്ങളിത് പോലീസിനെ അറിയിച്ച ജയമേഡമാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് ഞാനും പറയുന്നു ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അവ സംസാരിക്കുന്നു. അവന്റെ ഫോണും ലാപ്ടോപ്പും അവിടെ എറിഞ്ഞുടയ്ക്കുന്നു. അപ്പോഴേക്കും ആകെ വരണ്ട് സാജൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. അതിനുശേഷം ആകെ പ്രാന്ത് പിടിച്ച രീതിയിൽ നായിക അവിടെ ഇരിക്കുന്നു. ഈ സമയം ഗിരിയാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങുവാണ്. അപ്പൊ ഗിരിനോട് അവൾ ദേഷ്യപ്പെടുന്നു. ഇതിനെല്ലാത്തിനും കാരണം നിങ്ങളാണ്. കല്യാണം കഴിഞ്ഞ ഏതൊരു സ്ത്രീയും എല്ലാത്തിനും അവളുടെ ഭർത്താവ് അവൾക്ക് തുണിയായിട്ടുണ്ടാവണമെന്ന് ആഗ്രഹിക്കും. അതേപോലെ ഞാനും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ എനിക്ക് തുണിയായിട്ടില്ലായിരുന്നു. എപ്പോഴും നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് മാത്രമായിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും എന്നെ മനസ്സിലാക്കി നിങ്ങൾ എന്നോട് നല്ല വാക്കുകൾ സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴും എന്നോടുണ്ടായിരുന്നത് സംശയം മാത്രമായിരുന്നു. എന്ത് കാര്യത്തിനും നിങ്ങൾ എനിക്ക് സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഒരു ഹെൽപ്പിന് വേണ്ടി പരിചയമില്ലാത്ത അയാളെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തേണ്ട കാര്യം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ജയ അവളുടെ സങ്കടം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്ന സമയത്ത് ഗിരിക്ക് അവളുടെ അവസ്ഥ ശരിക്കും മനസ്സിലാവുന്നു. ഇല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു ഭർത്താവായിട്ട് മാറണമെന്ന് അയാൾ തീരുമാനിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടാവുന്നു. അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണിക്കുകയാണ്. ഇപ്പൊ നായകന്റെ മകള് സിസ്റ്റത്തിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന നമ്മുടെ നായിക മോളോട് പറയുകയാണ്, മോളെ ഇന്റർനെറ്റിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചീത്ത കാര്യങ്ങളിലേക്ക് പോയി പോകും. സോ നമ്മൾ എപ്പോഴും അലേർട്ടായിട്ടിരിക്കണം. അതുകൊണ്ട് ഇന്റർനെറ്റിൽ ഇതുപോലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാക്സിമം
അവോയ്ഡ് ചെയ്യണമെന്നും പറഞ്ഞ് നായിക മകൾക്കൊരു അഡ്വൈസ് കൊടുക്കുന്നു. അതുപോലെ അവസാന സീനിൽ നായികനെയും ഗിരിനെയും കാണിക്കുവാണ്. അവരിപ്പോ പണ്ടത്തെ പോലെയല്ല, നല്ല സ്നേഹത്തിലാണ്. ഗിരിക്ക് നായികന്റെ മേലുണ്ടായിരുന്ന ഡൗട്ട് എല്ലാം പോയി. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവരുടെ കുടുംബജീവിതം വളരെ സ്മൂത്ത് ആണെന്ന് കാണിക്കുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള എൻഡിങ്ങും കാണിച്ചുകൊണ്ട് ഈ മൂവി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. പിന്നെ ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസ് കാണാൻ ഇപ്പൊ തന്നെ നോട്ടിഫിക്കേഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.